ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം എപ്പിസോഡ് 4 കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ വിഷയം സുവിശേഷം എന്നാൽ എന്ത് എന്നുള്ളതാണല്ലോ. അതിനെപ്പറ്റി നാം കഴിഞ്ഞ 3 എപ്പിസോഡിൽ ചിന്തിക്കുകയുണ്ടായി. വിശേഷാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവുമാണ് നാം ചിന്തിച്ചു വന്നത്. നാം ഇത് പറയുകയുണ്ടായി, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും പോലെ ആരും തന്നെ ഉലകത്തിൽ ഇതുവരെ ജീവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു സകല ജനങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചതെന്നും കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നു അഥവാ ദൈവമായിരുന്നു എന്നുള്ള വിഷയവും കഴിഞ്ഞ 3 എപ്പിസോഡുകളായിട്ട് നാം ചിന്തിച്ചു. തുടർന്ന് ചില കാര്യങ്ങൾ കൂടി ഈ എപ്പിസോഡിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നാം കാണുന്നത്, കർത്താവായ യേശുക്രിസ്തു സൃഷ്ടികളുടെ മേൽ തനിക്ക് അധികാരം ഉണ്ടായിരുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. അതായത് 26-ാം വാക്യത്തിൽ അല്പവിശ്വാസിലെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. അപ്പോൾ 27-ാം വാക്യത്തിൽ എന്നാൽ ആ മനുഷ്യൻ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് ഇവൻ വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിശയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ ചോദിക്കട്ടെ, കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തുവാൻ തക്കൊണ്ട് കഴിവുള്ള ഏതെങ്കിലും ഒരാൾ ഈ ലോകത്തിൽ കഴിഞ്ഞ നാളുകളിൽ എന്നെങ്കിലും ജീവിച്ചു മരിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് ഉത്തരമേ കാണുവാൻ തക്കണം കഴിയുന്നുള്ളൂ. അവിടെയാണ് ചോദിക്കുന്നത്, ഇവൻ ആരെന്ന് ചോദിക്കുന്നു. ഇവൻ ആരാണ്? ഇവൻ നമ്മുടെ കഴിഞ്ഞ 3 എപ്പിസോഡിൽ നമ്മൾ ഒരു ഭാഗത്ത് വായിച്ചിരുന്നു, അവൻ വലിയവനാകും എന്നൊരു പ്രവചനം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ കാറ്റും കടലും അതേ ശാസിച്ചമർത്തിയപ്പോൾ അവൻ വലിയവനുണ്ടായിരുന്നു. ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഇവൻ ആരാണ് ഇത്രമാത്രം കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തുവാൻ തക്കോണം കഴിവുള്ളവൻ? അതുപോലെ തന്നെ മത്തായി സുവിശേഷം 9-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. കാറ്റും കടലും മാത്രമല്ല, സകല ദീനവും വ്യാധിയും ശാസിച്ച് അമർത്തി അത് സൗഖ്യമാക്കി എന്ന് കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 43-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഇത് മരണത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവായ യേശുക്രിസ്തു ആരെങ്കിലും മരിച്ചവനെ ഉയർപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ പ്രിയരെ, ഞാനൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഇന്ന് ഞങ്ങൾ ആരെപ്പറ്റി സുവിശേഷവുമായിട്ട് തെരുവുകളിൽ കടന്നു പോകുന്നുവോ, ആർക്കെതിരെ നിങ്ങൾ ശബ്ദമുയർത്തുന്നുവോ, ആ കർത്താവായ യേശുക്രിസ്തു മരിച്ചവനെ ഉയർപ്പിച്ച ദൈവമാണ്. കാറ്റും കടലിനെ ശാസിച്ചമർത്തിയ ദൈവമാണ്. എല്ലാവിധമായിരിക്കുന്ന വ്യാധിയും രോഗവും ശാസിച്ചമർത്തി സൗഖ്യമാക്കിയ ദൈവമാണ് എന്നുള്ളത് പറയുവാൻ കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ചില പ്രവചനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, കർത്താവായ യേശുക്രിസ്തു ജനനം നടന്നതായിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ നടന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും പല പ്രവചനങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം ഇവിടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ നാം കാണുന്നത് യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നു, മശിയയ്ക്ക് മുമ്പ് ഒരു മുന്നോടി ഉണ്ടാകും. അതിന് നിവൃത്തിയാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. വിശദീകരിക്കാൻ ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെ സെക്കരിയാവ് 9-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ മശിയ കഴുതപ്പുറത്ത് വരുന്നു എന്ന് ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു ജനനം മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലും അനേക പ്രവചനം ഉണ്ടായിരുന്നു. ആ പ്രവചനം ഓരോന്നായിട്ട് നിവർത്തിക്കപ്പെടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സെക്കരിയ 11-ാം അധ്യായത്തിൽ
അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിലെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്ന് അത് പ്രവചനം ഉണ്ടായിരുന്നു. ആ പ്രവചനം അങ്ങനെ തന്നെ സംഭവിച്ചു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് നിവൃത്തിയായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് 12-ന്റെ 21 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞാടിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതൊരു പെസഹ കുഞ്ഞാടായിരുന്നു. എന്നാൽ ആ പെസഹ കുഞ്ഞാട് എന്തിനാണ് കാണിക്കുന്നത്, അതിൻ്റെ നിവൃത്തി എപ്പോഴാണ് സംഭവിച്ചതെന്നുള്ളത് 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആ പെസഹ കുഞ്ഞാട് ക്രിസ്തു ആയിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സങ്കീർത്തനം 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മശിഹ ഉപേക്ഷിക്കപ്പെട്ടു. താൻ നിലവിളിക്കുന്നുണ്ട്, പിതാവേ, ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്, ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ആ ഒരു പ്രവചനം അവിടെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിവൃത്തി, ആ പ്രവചനം എങ്ങനെ നിവൃത്തീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്തായി സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനം 22-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വസ്ത്രത്തിനായി ചീട്ടിട്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. അത് പ്രവചനമായിരുന്നു. എന്നാൽ അത് നിവർത്തിക്കപ്പെട്ടത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 23-24 വാക്യങ്ങൾ ഉള്ളതാണ്. മശിയോട് അടുപ്പമുള്ളവർ തന്നെ ഉപേക്ഷിക്കുമെന്ന് സങ്കീർത്തനം 41-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അത് നിവൃത്തിയായി യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ. ക്രിസ്തുവിൻ്റെ ദാഹം അത് വിനാഗിരി കൊടുത്തു, കയ്പിൻ്റെ വിനാഗിരി കൊടുത്തെന്ന് 69-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അത് നിവർത്തിക്കപ്പെട്ടതായിട്ട് മത്തായി ശേഷം 27-ാം അധ്യായം 30 മുതൽ 34 വരെ വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജനനം പുരുഷ സമ്പർക്കത്താലല്ല, പ്രത്യുത പരിശുദ്ധാത്മാവിനാൽ. യേശുവിൻ്റെ അമ്മ ഗർഭവതിയായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിലാണ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. സകല ജനവും പാപികളാണ്. സകല ജനത്തിൻ്റെയും പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണമെന്ന് രേഖപ്പെടുത്തിക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും പാപികളായി ജനിച്ചു. യേശു ക്രിസ്തു പാപരഹിതനായി ജനിച്ചു. മാത്രമല്ല, യേശു ക്രിസ്തു മാത്രം പാപപരിഹാരകനായിട്ട് ജനിച്ചു. എല്ലാവരും ഭൂമിയിൽ നിന്നുള്ളവനാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രിയരെ, നാം എല്ലാവരും ഭൂമിയിൽ നിന്നുള്ളവരാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ്. ഇവിടെ വേറൊന്ന്, എല്ലാവരും മനുഷ്യരാണ്. നാം എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും മനുഷ്യരെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മതമില്ല, ക്രിസ്തു മതം അല്ല. ഏത് മതത്തിൽപ്പെട്ടവരും ഏത് ജാതിയിൽപ്പെട്ടവരും ഈ ലോകത്തിൽ സകല മനുഷ്യ പ്രാണികളും, ജനിച്ചവരും ജനിക്കുന്നവരും ഇനി ജനിക്കാനുള്ളവരും എന്താണ് പറയുന്നത്, മനുഷ്യരാണ്. ഈ ലോകത്തിൽ പിറക്കുന്നവരെല്ലാവരും മനുഷ്യരാണ്. എന്നാൽ യേശു ക്രിസ്തു മാത്രമാണ് ദൈവമായിട്ട് ജനിച്ചത്. ദൈവമായിട്ട് ജനിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. കാരണം അവൻ പുരുഷ സമ്പർക്കമില്ലാതെ പരിശുദ്ധാത്മാവിനാൽ ജാതനായി എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ച് ചിന്തിക്കുകയുണ്ടായല്ലോ. എല്ലാവരും എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇതിനകത്ത് ഒരു മതമില്ല, ഒരു ജാതിയില്ല, ഒരു ഭാഷയില്ല, ഒരു രാഷ്ട്രമില്ല. ഇന്ത്യക്കാർക്കെന്നോ അമേരിക്കക്കാർക്കെന്നോ കേരളക്കാർക്കെന്നോ എന്നില്ല. ഇത് എല്ലാവരും മണ്ണിൽ നിന്നുള്ളവരാണ്, മണ്ണിൽ നിന്ന് ജനിച്ചവരാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മണ്ണിൽ നിന്നുള്ളവനല്ല, അവൻ വിണ്ണിൽ നിന്നുള്ളവനാണ്. നാം എല്ലാവരും മരണം വഴിയായി പോകേണ്ടവരാണ്. യേശു ക്രിസ്തു വീണ്ടും നമുക്ക് വേണ്ടി മടങ്ങി വരേണ്ടവരാണ്. നാം എല്ലാവരും ജീവിക്കുവാൻ വേണ്ടി ജനിച്ചവരാണ്. യേശു ക്രിസ്തു മരിക്കുന്നവർക്ക് വേണ്ടി വന്നവനാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ കേട്ട വചനത്തിൽ നിന്നും ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ യേശുവിനെ പോലെ ആരെങ്കിലും ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, തുറന്ന മനസ്സോടെ കേൾക്കുകയും യാതൊരു പക്ഷവും ചേരാതെ എനിക്ക് ഉത്തരം തരുമോ? ഈ ദൈവപുത്രനായ ദൈവമായ യേശുക്രിസ്തു പറയുകയാണ്, അല്ല അവകാശപ്പെടുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. താങ്കളോട് ചോദിക്കട്ടെ, താങ്കൾ ഇത് വിശ്വസിക്കുമോ? നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ, ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഈ ക്രിസ്തു പറഞ്ഞ ഈ അവകാശവാദത്തെ അംഗീകരിക്കണം, വിശ്വസിക്കണം. താങ്കൾ തയ്യാറാണോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം ഇതോടൊപ്പം നാം ചിന്തിച്ചു. അടുത്തതിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. മറ്റുള്ള മരണത്തിൽ നിന്നും അനവധി പ്രത്യേകതകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിനുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. പ്രിയരെ, ദൈവം മനുഷ്യാവതാരം എടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്നത് ശിക്ഷയിൽ നിന്ന് രക്ഷ തരുവാൻ, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക്
കൊണ്ടുപോകുവാൻ, സാത്താൻ്റെ മക്കളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ. ഇതല്ലേ സുവിശേഷം, ഇതല്ലേ സുവാർത്ത. ഇത് അനുഭവിച്ചറിഞ്ഞ ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവരോട് ഈ വിഷയം പറയാതിരിക്കും? മിത്രമേ, ദൈവത്തിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെടുക, ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.